ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ രേണു സുധി ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സോഷ്യൽ മീഡിയയിൽ സജീവമാവുകയാണ് എന്നും നമ്മുടെ റിയാക്ടിങ് വീഡിയോ ചെയ്യുന്ന ആൾക്കാർക്കും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും നല്ല കണ്ടന്റുകൾ തന്നിട്ടുള്ള ഒരാളാണ് രേണു സുധി എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഉയർച്ചകളും താഴ്ചകളുമായിട്ട് അങ്ങനെ പോകുന്നിടക്കാണ് നമ്മുടെ രേണു സുധി ഇപ്പോൾ ബിഗ് ബോസിൽ പോയത്. അതിനുശേഷം ബിഗ് ബോസിൽ മുന്നോട്ട് പോകുന്നതിനിടയ്ക്ക് ക്വിറ്റ് ചെയ്ത് പുറത്തേക്ക് വരുന്നതും അതിനുശേഷം ബാർ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് ബഹ്റൈനിൽ പോകുന്നു, അവിടെ വിവാദമാവുന്നു. അതെല്ലാം കഴിഞ്ഞ് രേണു സുധി ഇപ്പോൾ നാട്ടിലെത്തിയപ്പോൾ വീണ്ടും വിവാദമാവുകയാണ്. ആ വിവാദം എന്ന് പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല, നമ്മുടെ രേണു സുധിക്ക് നമ്മുടെ ഫിറോസ്ക പണ്ട് കൊടുത്ത ആ വീടിൻ്റെ പേരിൽ തന്നെയാണ് രണ്ടാമതും അംഗം കുറിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഇതിനൊക്കെ പ്രധാനപ്പെട്ട ഒരു കാരണം, രേണു സുധി രണ്ടാമതായിട്ട് കല്യാണം കഴിക്കാൻ വേണ്ടി പോവുകയാണ്, വിവാഹിതയാവാൻ വേണ്ടി പോവുകയാണ്. രേണു സുധി ഇപ്പോൾ പ്രണയത്തിലാണ്. അദ്ദേഹത്തിൻ്റെ പേര് ഇപ്പോൾ വെയിറ്റിംഗ് ലിസ്റ്റിൽ വെച്ചിരിക്കുകയാണ് എന്നാണ് രേണു സുധി പറയുന്നത്. എൻ്റെയും എൻ്റെ 2 മക്കളെയും നോക്കണമെന്നുള്ള നിബന്ധന മാത്രമാണ് മുന്നോട്ട് വെച്ചത് എന്നൊക്കെ രേണു സുധി അഭിപ്രായപ്പെടുന്നുണ്ട്. അതവരുടെ പേഴ്സണൽ കാര്യമാണ്. തീർച്ചയായിട്ടും അതുമായി ബന്ധപ്പെട്ട് അവർ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവെച്ച ഒരു സ്റ്റോറിക്ക് പിന്നാലെ നമ്മുടെ വീടുണ്ടാക്കി കൊടുത്ത ഫിറോസ്ക അതിൻ്റെ താഴെ പോയിട്ട് ഒരു കമൻ്റ് ഇടുകയാണ്. ആ കമൻ്റാണ് എല്ലാത്തിനും പ്രധാനമായി പ്രശ്നക്കാരനായത് എന്നുള്ളതാണ്. നമുക്ക് ആ കമൻറ്റിലേക്കും ആ പ്രശ്നത്തിലേക്കും എല്ലാം കടക്കുന്നതിൻ്റെ മുന്നേ രേണു സുധി കല്യാണം കഴിക്കാൻ പോകുന്ന വാർത്ത റിവീൽ ചെയ്യുന്നുണ്ട്. നമുക്ക് ആദ്യമായിട്ട് അതൊന്ന് കേൾക്കാം. ഒരു കല്യാണത്തിലേക്ക് എത്തുന്നു, അല്ലെങ്കിൽ അങ്ങനെ നോക്കുന്നു. ഒരുപാട് ആലോചനകൾ വന്നിട്ടുണ്ടായിരുന്നു, പ്രപ്പോസൽസ്. അപ്പം അതില് ഒരെണ്ണം ഇപ്പൊ എന്തായാലും ഇങ്ങനെ നിപ്പുണ്ട്. എന്നെ നോക്കണം എന്ന് ഞാൻ ഒരിക്കലും അദ്ദേഹത്തോട് പറഞ്ഞിട്ടില്ല. എന്റെ കുഞ്ഞുങ്ങളെ നോക്കണം, എനിക്ക് ബോധ്യമാകണം. ഇത് എനിക്ക് കുറെ നാളെ സമയം എടുക്കും ബോധ്യമാകണം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ കെട്ടാൻ പോവാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, ആളോടൊന്നും പറഞ്ഞിട്ടില്ല. ആളുടെ ഇഷ്ടം പറഞ്ഞു. ഞാൻ വെയിറ്റ് നോക്കാം ആലോചിക്കാം, അത് ഒരു സൈഡിലോട്ട് മാറ്റി വെച്ചു. അപ്പൊ അദ്ദേഹമായിട്ട് ഞാൻ സംസാരിക്കാറുണ്ട്, ഫ്രണ്ട്ഷിപ്പിൽ പോകാറുണ്ട്. രേണു സുധി അവരുടെ നാവ് കൊണ്ട് തന്നെ പറയുകയാണ്, ഞാൻ കല്യാണം കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ആൾ ഇങ്ങോട്ട് വന്ന് പ്രപ്പോസ് ചെയ്താണ്. 2 കുട്ടികളെയും നോക്കണമെന്ന നിബന്ധന മാത്രമാണ് ഞാൻ മുന്നോട്ട് വെച്ചത് എന്നൊക്കെ രേണു സുധി പറയുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരുപാട് അറിഞ്ഞതിന് ശേഷമായിരിക്കും കല്യാണമെന്നും ഏകദേശം 2 വർഷം കൊണ്ട് മാത്രമായിരിക്കും ഞങ്ങൾ കല്യാണം കഴിക്കാൻ വേണ്ടി പോകുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സംസാരിക്കാറുണ്ട്, ഫോൺ ചെയ്യാറുണ്ട്, കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യാറുണ്ട് എന്നൊക്കെ രേണു സുധി പറയുന്നുണ്ട്. തീർച്ചയായിട്ടും കല്യാണം കഴിക്കുക, അല്ലെങ്കിൽ മുന്നോട്ട് ജീവിക്കുക, അല്ലെങ്കിൽ പ്രണയം, അതൊക്കെ രേണു സുധിൻ്റെ പേഴ്സണൽ കാര്യമാണ്. അതിനോടൊന്നും അഭിപ്രായം പറയാൻ നമ്മൾക്ക് ആർക്കും യാതൊരു അർഹതയുമില്ല എന്നുള്ളതാണ്. കാരണം അദ്ദേഹം ഭർത്താവ് മരിച്ച ഒരു വിധവയായ സ്ത്രീയാണ്. തീർച്ചയായിട്ടും അവരുടെ ജീവിതത്തിൽ അവർക്കൊരു കൂട്ട് വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നതിൽ യാതൊരു തെറ്റും നമ്മളെ സംബന്ധിച്ച് നമ്മളാരും കാണുന്നില്ല. അതിൽ നമ്മളാരും അഭിപ്രായം പറയേണ്ട യാതൊരു കാര്യവുമില്ല. എന്നാൽ ഈ ഒരു വാർത്തയ്ക്ക് പിന്നാലെ നമ്മുടെ ഫിറോസ്ക ഈ വീഡിയോക്ക് താഴെ ഒരു കമന്റ് ഇട്ടു എന്നുള്ളതാണ്. ആ കമന്റ് എന്താണെന്ന് ഞാൻ ഇതിന്റെ സൈഡിൽ കൊടുക്കാം. കല്യാണം എങ്ങനെ കഴിക്കാൻ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ വീടൊന്ന് തിരിച്ചു തന്നേക്ക്, അത് അർഹതപ്പെട്ട മറ്റാർക്കെങ്കിലും കൊടുക്കാലോ എന്നാണ് ഫിറോസ്ക കമന്റായിട്ട് രേഖപ്പെടുത്തിയത്. ആ കമന്റ് തന്നെയാണ് പ്രതികരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ രേണു സുധിയെ പ്രകോപിപ്പിച്ചത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ രേണു സുധി അതിനെ തക്കതായ മറുപടി കൊടുക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് സത്യം. നമുക്ക് ആ മറുപടിയിലേക്ക് പോകാം. രേണു സുധിക്ക് കല്യാണം കഴിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ രേണു സുധി ആ വീട് ഇങ്ങ് തിരിച്ചു തരാൻ. അതെ ഫിറോസെ, താൻ എന്റെ പേരിൽ വീട് എഴുതി തന്നിട്ടുണ്ടോ? താൻ ഇല്ലല്ലോ. എന്റെ മക്കളുടെ, അതായത് കൊല്ലം സുധിച്ചേട്ടന്റെ 2 ആമക്കളുടെ പേരിലാണ് വീട് എഴുതി കൊടുത്തത്. പിന്നെ ഞാൻ കല്യാണം കഴിച്ചില്ലെങ്കിലും തനിക്ക് എന്താണ്? തന്നെ ഞാൻ കെട്ടാൻ പറഞ്ഞു, അല്ലെ താൻ എന്നെ കെട്ടാൻ ഞാൻ പറഞ്ഞു? ഇല്ലല്ലോ. എനിക്ക് എന്താണ് പ്രശ്നം? തന്റെ കമന്റ് ഞാൻ കണ്ടല്ലോ. ഞാൻ എന്തിനാണ് തനിക്ക് വീട് തിരിച്ചു തരുന്നത്? താൻ അർഹതപ്പെട്ടതെന്ന് പറഞ്ഞല്ലേ കൊല്ലം സുധിയുടെ 2 മക്കൾക്ക് കൊടുത്തത് വീട്. താൻ എന്റെ പേര് രേണു സുധിക്ക് ഒരു വീട് താൻ എഴുതി തന്നു? ഇല്ലല്ലോ. അത് എന്റെ പേഴ്സണൽ കാര്യമാണ്, അത് മറ്റുള്ളവരെ. അപ്പോൾ രേണു സുധിന്റെ മറുപടി നിങ്ങൾ കേട്ട് കാണും. വളരെ പ്രകോപിതയായിട്ടാണ് രേണു സുധി പറയുന്നത്. എനിക്ക് നിങ്ങൾ ആരും വീട് തന്നിട്ടില്ല ഇടോ എന്നൊക്കെയാണ് പറയുന്നത്. ആ വീട് കൊടുത്തത് നമ്മുടെ രേണു സുധിയുടെ കൊച്ചുമകൻ്റെയും അതുപോലെ തന്നെ സുധിച്ചേട്ടൻ്റെ ആദ്യ മകൻ്റെയും പേരിലാണ് രജിസ്റ്റർ ചെയ്തതെന്നാണ് രേണു സുധി പറയുന്നത്. ഇതൊക്കെ ഫിറോസ്ക പറയാൻ ഒരു പ്രധാനപ്പെട്ട കാരണം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ വിധവാ പെൻഷനൊക്കെ പറയുന്നത് ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ഭാര്യമാർക്ക് കൊടുക്കുന്ന സർക്കാർ കൊടുക്കുന്ന ഒരു സേവനമാണ്. പക്ഷെ ആ കാര്യമെന്ന് പറഞ്ഞാൽ വീണ്ടും അവർ വിവാഹം കഴിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സർക്കാർ അത് തിരിച്ചെടുക്കും, അത് ക്യാൻസൽ ചെയ്യും. കാരണം വീണ്ടും ഒരു ജീവിതത്തിലേക്ക് കടക്കുന്ന സമയത്ത് അവർക്ക് മറ്റൊരു ഭർത്താവായി, അതുകൊണ്ട് അവർക്ക് വിധവയല്ല, അവർക്ക് ആ വിധവാ പെൻഷൻ അർഹതയില്ല എന്ന രീതിയിലാണ് സർക്കാർ വരെ അവരെ കാണുന്നത്. ആ ഒരു രീതിയിൽ തന്നെയാണ് ഫിറോസ്ക കമന്റ് അടിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം മറ്റൊരു ജീവിതത്തിലേക്ക് കടക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ആ വീട് അവർക്ക് ആവശ്യമായി വരികയില്ല.
കാരണം അത് മറ്റാർക്കെങ്കിലും ഇതിലും അർഹതപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാലോ എന്ന രീതിയിലാണ് ഫിറോസ്ക കമൻ്റ് എഴുതി അയച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അതൊരു അനവസരത്തിലായിപ്പോയി എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കതിനെ ന്യായീകരിക്കാൻ വേണ്ടി പറ്റുകയുമില്ല. കാരണം ഇത്തരം കാര്യങ്ങളെല്ലാം രേണു സുധി വളരെ എടുത്തു ചാടി പ്രതികരിക്കുന്ന ഒരു പ്രകൃതമാണ്. എന്നാൽ ഒരു പരിപാടിക്ക് വന്നതിന് ശേഷം കുറച്ചും കൂടി മയപ്പെട്ട് ഇതിനോട് സംസാരപ്പെട്ടിട്ട് വലിയ നല്ല രീതിയിൽ അതിനൊരു മറുപടി കൊടുക്കുന്ന ഒരു രംഗം കൂടിയുണ്ട്. നമുക്ക് വേണമെങ്കിൽ അതുകൂടി ഒന്ന് കാണാം. ഇനിയിപ്പം കല്യാണം കഴിക്കുന്നോടം വരെ രേണുസുതിക്ക് ആ വീട്ടിൽ താമസിക്കാവുള്ള എഗ്രിമെന്റ് ഒന്നും രേണുസുതി എങ്ങും എഴുതിയിട്ടില്ല. രേണുസുതിക്ക് ആരും വീട് എഴുതി തന്നിട്ടില്ല. രേണുസുതിയുടെ പേരിൽ സത്യം പറഞ്ഞാൽ വീടുമില്ല, ഒന്നുമില്ല. ഞാൻ ആ കുഞ്ഞിന് വേണ്ടിയിട്ട് അവിടെ ഇത്രയും നാണം കെട്ടിട്ട് ജീവിക്കുന്നതേ ഉള്ളൂ. ആ കുഞ്ഞിന് വേണ്ടിയിട്ട് മാത്രം. കുഞ്ഞെന്ന് പറഞ്ഞാൽ ഇളയ കുഞ്ഞിന് വേണ്ടി. മൂത്ത കുട്ടി വലിയ കുട്ടിയാണ്, അവൻ കൊല്ലത്താണ് നിൽക്കുന്നത്. ഇന്നലെ വീട്ടിലുണ്ടായിരുന്നു, ഇന്ന് പോയി. പക്ഷെ ആ കുഞ്ഞു കൊച്ചിനെ ഒറ്റയ്ക്ക് നിർത്താൻ പറ്റാത്തതുകൊണ്ട് മാത്രമാണ് ഞാനിവിടെ ആ വീട്ടിൽ നിൽക്കുന്നത്. പോലും 2 വർഷം കഴിയുമ്പോൾ ഞാൻ കല്യാണം കഴിച്ചാൽ പോലും ആ വീട്ടിനകത്ത് എന്തായാലും ഞാൻ നിൽക്കും. മനസ്സിലായി? ആ കല്യാണം കഴിക്കുന്ന ആളെ ഞാൻ നിർത്തണം. അതുപോലെ അത്രയും ഞാൻ എന്തായാലും വാക്ക് തന്നില്ല. അപ്പം ഫിറോസിക്ക അതിനെപ്പറ്റി ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. കല്യാണം ഒരു നിമിഷം ഇനി കഴിച്ചാൽ ഞാൻ ആ വീട്ടിൽ ഒരു ദിവസം പോലും. അപ്പോൾ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം കുറച്ച് തണുത്ത് വളരെ നല്ല രീതിയിൽ പ്രതികരണം കൊടുക്കുന്ന രേണുസുധിയാണ് നമ്മൾ കാണുന്നത്. കുറച്ചുകൂടി പക്വമായിട്ടാണ് രേണുസുധി പെരുമാറുന്നത്. തീർച്ചയായും രേണുസുധി പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല. കാരണം രേണുസുധിയുടെ പേരിലൊന്നുമല്ല ഫിറോസ്ക ഈ വീട് കൊടുത്തത്. പിന്നെ വീട് കൊടുത്തത് എന്ന് പറയുന്നത് ഋതപ്പനും അതുപോലെ തന്നെ ആദ്യത്തെ കിച്ചുവിനും വേണ്ടിയിട്ടാണ്. അവരുടെ പേരിലാണ് ഈ വീട് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും. അതുപോലെ തന്നെ രേണുസുധി വളരെ മാന്യമായ ഒരു കാര്യം പറയുകയാണ്. ഞാൻ ഇനി എങ്ങാനും കല്യാണം കഴിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കല്യാണം കഴിച്ച് വരുന്ന ആളുമായിട്ട് ഈ വീട്ടിൽ താമസിക്കാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. ഒരു ദിവസം പോലും ഞാൻ ഈ വീട്ടിൽ താമസിക്കുകയില്ല. അത് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു എന്ന് രേണുസുധി പറയുന്നു. തീർച്ചയായിട്ടും ഇതിൽ കൂടുതലൊന്നും രേണുസുധിക്ക് സമൂഹത്തിനോട് പറയാൻ വേണ്ടി സാധിക്കുകയില്ല. ഈ ഒരു കാര്യത്തിൽ അവരുടെ ഭാഗത്ത് കാര്യമായ തെറ്റുകളൊന്നും നമ്മൾ കാണാൻ തോന്നുന്നില്ല. കാരണം അത് തന്നെയാണ് അവർക്ക് പറയാൻ വേണ്ടി സാധിക്കും. കല്യാണം കഴിച്ച് കഴിഞ്ഞതിന് ശേഷമുള്ള കാര്യം തീർച്ചയായിട്ടും ആ വീട്ടിൽ താമസിക്കുകയില്ല എന്ന് പറഞ്ഞത് വളരെ നല്ലൊരു തീരുമാനം തന്നെയാണ്. പിന്നെ ആ കുട്ടികൾക്കാണ് വീട് കൊടുത്തത് എങ്കിലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും കിച്ചും ഇവരുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്നെല്ലാം കിച്ചു മാറിയാണ് താമസിക്കുന്നത്. ഇവിടെ ഋതപ്പനും അതുപോലെ തന്നെ രേണുസുധിയും അതുപോലെ തന്നെ നമ്മുടെ തങ്കപ്പച്ചേട്ടൻ ഇതിനെ മുന്നേ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അദ്ദേഹത്തെ ചുമര് മാന്തിപ്പൊളിച്ച് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായ ഒരു താരമാണ് നമ്മുടെ രേണുസുധിയുടെ അച്ഛനായ തങ്കപ്പച്ചേട്ടൻ. അദ്ദേഹവും അതുപോലെ തന്നെ രേണുസുധിയുടെ അനുജത്തിയും അതുപോലെ അനുജത്തിയുടെ ഭർത്താവും എല്ലാമാണ് ഇപ്പോൾ ഈ ഫിറോസ്ക ഉണ്ടാക്കി കൊടുത്ത ഈ വീട്ടിലിരിക്കുന്നത്. പക്ഷേ രേണുസുധിയുടെ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ വിമർശനങ്ങൾ രേണുസുധിക്കെതിരെ വരുന്നത് ഉണ്ടാക്കിക്കൊടുത്ത ഫിറോസ്ഖാനെ ആണെങ്കിലും സ്ഥലം കൊടുത്ത അച്ഛനെ ആണെങ്കിലും പറയാത്ത ഒരു തെറികളും ഈ ഭൂമി മലയാളത്തിൽ ബാക്കിയില്ല എന്നുള്ളതാണ്. അവർക്കെതിരെ കേസ് വരെ കൊടുത്തിട്ടുണ്ട്. എല്ലാ രീതിയിലും ഒരു നല്ലൊരു വർത്തമാനമോ അല്ലെങ്കിൽ അവരോടൊരു നന്ദിയുള്ള പറച്ചിലോ ഇതുവരെ ആ വീടുണ്ടാക്കി കൊടുത്ത ആൾക്കാർക്ക് രേണുസുധി പറഞ്ഞതായിട്ട് നമ്മൾ എവിടെയും കണ്ടിട്ടില്ല എന്നുള്ളതാണ്. എല്ലാവരെയും കുറ്റപ്പെടുത്തുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആ വീട്ടിൽ ചുമ്മാനി അടിച്ച സമയത്ത് വരെ ചോർച്ചയുണ്ട് എന്ന് പറഞ്ഞ് മാധ്യമക്കുന്നിൽ പോയിട്ട് ഒരു ബൈറ്റ് കൊടുത്ത ആളാണ് നമ്മൾ രേണുസുധി. അതാരും മറന്നു പോയിട്ടില്ല. ഇനി ഏതായാലും കല്യാണം കഴിക്കുന്ന സമയത്ത് ഞാൻ സുധിച്ചേട്ടനെ മറന്നാലും എൻ്റെ ശരീരത്തിലുള്ള സുധിച്ചേട്ടനെ മറക്കുകയില്ല എന്ന് രേണുസുധി പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും അതെങ്ങനെയാണ് എന്നല്ലേ? തീർച്ചയായിട്ടും നമുക്ക് കാണാം. അത് കാണിച്ചു തരാമോ? എന്താ അതിൽ എഴുതിയേക്കുന്നേ? നോക്ക്, സുധിച്ചേട്ടൻ. ഇപ്പോൾ നിങ്ങൾ കണ്ടു കാണും രേണുസുധി മനസ്സിൽ നിന്ന് മാഞ്ഞു പോയാലും സുധിച്ചേട്ടനെ ശരീരത്തിൽ നിന്ന് മായ്ക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രേണുസുധി കൈക്ക് ഒരു പച്ച ടാറ്റു അടിച്ചിട്ടുണ്ട്. അതിൽ തീർച്ചയായിട്ടും നമ്മുടെ സുധി കൊല്ലം എന്നുള്ള അദ്ദേഹത്തിന്റെ പേര് തന്നെയാണ് ടാറ്റു ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിനി മയക്കാൻ വേണ്ടി സാധിക്കുകയില്ല എന്ന രീതിയിലാണ് ഞാൻ അത്തരം ഒരു കാര്യം പറഞ്ഞത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ പേഴ്സണൽ ലൈഫിലൊന്നും ഇടപെടാൻ നമുക്ക് യാതൊരു അർഹതയുമില്ല. അത് അവർ ജീവിച്ചു പോവുകയോ ചെയ്യട്ടെ. തീർച്ചയായിട്ടും ഈ വീടിൻ്റെ കാര്യവുമായി ബന്ധപ്പെട്ട് ഒരുപാട് അഭിപ്രായങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ അലയലിച്ച് നടക്കുന്നുണ്ട്. കാരണം നിങ്ങൾ വീട് തിരിച്ചു കൊടുത്തേക്ക് എന്നും അത് അർഹതപ്പെട്ടവർക്ക് കൊടുക്കട്ടെ എന്നും നിങ്ങൾക്ക് ഏതായാലും വേണ്ട എന്നും നിങ്ങൾ അവരെ കുറ്റം പറഞ്ഞ് നടക്കുകയില്ല എന്ന രീതിയിലൊക്കെ സമൂഹ മാധ്യമം വ്യാപകമായ രീതിയിലുള്ള കമൻറ്റുകൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും രേണുസുധി ഇപ്പോൾ തീർച്ചയായിട്ടും വലിയൊരു വരുമാനത്തിനുടമയാണ്. ബിഗ് ബോസിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷം ലക്ഷക്കണക്കിന് രൂപയാണ് ഇനാഗ്രേഷനും അതുപോലെ തന്നെ മറ്റ് പരിപാടികൾക്കും എല്ലാം തന്നെ രേണുസുധി ആവശ്യപ്പെടുന്നത്. അത് ഇപ്പോൾ പെരേര തന്നെ അദ്ദേഹത്തിന്റെ ഒരു ആൽബത്തിൽ വിളിക്കാൻ പോയിട്ട് ലക്ഷങ്ങൾ ആവശ്യപ്പെട്ടു എന്ന രീതിയിൽ അദ്ദേഹം തന്നെ പുറത്തു പറയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും രേണുസുധിക്ക് അത്തരം ഒരു വീടിന്റെ ആവശ്യമുണ്ടാകുകയില്ല എന്ന രീതിയിലായിരിക്കണം തീർച്ചയായിട്ടും ഫിറോസ്ക അത്തരം അഭിപ്രായം പങ്കുവെച്ചത് ഞാൻ മനസ്സിലാക്കുകയാണ്. തീർച്ചയായും ആ അഭിപ്രായത്തിനോട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താൻ വിശ്വസിക്കുകയാണ്. വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരാം. അതിനു മുന്നേ നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവായി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒരു ഹൈപ്പ് കൂടെ നൽകി കാണാൻ വേണ്ടി ശ്രമിക്കുക. വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ.